ദേവൻ ആലപ്പുഴയിലും കണ്ടെയ്നറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകൾ നേരത്തെ നമ്മളിങ്ങനെ ഒഴുകി നടക്കുന്നതാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ തീരത്തേക്ക് അടുത്തിട്ടുണ്ടോ? എന്താണ് ആലപ്പുഴയിലെ സാഹചര്യം? മറ്റ് സുരക്ഷാ സേനകളൊക്കെ ഇപ്പോൾ തീരദേശ സേനയും അതുപോലെ തന്നെ പോലീസും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? സേതു, ഈ കൊല്ലത്ത് കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി ഈ ആലപ്പുഴയിൽ തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകൾ തുറന്ന നിലയിലാണ് തീരത്തേക്ക് എത്തിയത്. അത് ഈ പാറകളിലെല്ലാം തട്ടി തന്നെ കണ്ടെയ്നർ തുറന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഈ ചുവന്ന ബോക്സുകൾ ഇപ്പോൾ ഈ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഈ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളാണോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് ഉദ്യോഗസ്ഥർ, പോലീസും ഒപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരുമെല്ലാം, റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവരുടെ ഒരു പ്രാഥമിക നിഗമനമാണത്. അതിന്റെ ഈ ബോക്സുകൾക്ക് മുകളിൽ ഒരു ടെക്സ്റ്റൈൽസ് എന്നുള്ള ഒരു പദം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളാണോ ഈ ബോക്സുകൾക്കുള്ളിൽ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അത്തരം ഒരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതായാലും 2 കണ്ടെയ്നറുകളാണ് ഇത്തരത്തിൽ ഈ ആറാട്ട് പുഴ അല്ലെങ്കിൽ തറയിൽക്കടവ് ഭാഗത്തായിട്ട് ഈ കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ തീരത്തടിഞ്ഞത്. അതിന് ഈ ഉദ്യോഗസ്ഥർ എത്തി പരിശോധിച്ച ശേഷമായിരിക്കും അതിനകത്ത് മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ തീരത്തടിച്ച കണ്ടെയ്നറുകൾ ഇപ്പോൾ അതോടെ സുരക്ഷിതമായി ഉദ്യോഗസ്ഥർ ഒരു വലയം തീർത്തുകൊണ്ട് തന്നെ സുരക്ഷിതമായി നോക്കുന്നുണ്ട്. അത് ഇനി MSC അടക്കം കൈമാറുന്ന അടക്കമുള്ള നടപടികളാണ് ഇനി ഉള്ളത്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തണം. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഏതായാലും ഇപ്പോൾ തീരത്ത് 2 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ഈ ആലപ്പുഴ ഈ ആറാട്ടുപുഴ തീരത്തായിട്ട് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. കൂടുതൽ കണ്ടെയ്നറുകൾ എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ തോട്ടപ്പള്ളി, ഒപ്പം തന്നെ ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ മേഖലകളിലെല്ലാം തന്നെ, അമ്പലപ്പുഴ മേഖലകളിലെല്ലാം തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ജല സാമ്പിളുകളെല്ലാം തന്നെ ഇന്നലെ തന്നെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പദാർത്ഥങ്ങൾ കടലിൽ പടർന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാനായി അതിനു മുമ്പുള്ള വെള്ളത്തിന്റെ സാമ്പിൾ എല്ലാം തന്നെ ഇന്നലെ തന്നെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ ഈ കടലിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ രാസപദാർത്ഥങ്ങൾ കലർന്നതായോ അല്ലെങ്കിൽ ഏതെങ്കിലും അപകടകരമായ വസ്തുക്കൾ ഉള്ളതായോ അങ്ങനെയുള്ള അറിയിപ്പുകളൊന്നും തന്നെ നമുക്കിപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല. എന്നാൽ നമുക്ക് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തരത്തിൽ ഈ കണ്ടെയ്നറുകൾ, ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ ചിലതിൽ ഈ രാസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് എല്ലാവർക്കും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏതെങ്കിലും പദാർത്ഥങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിയുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ ഈ തീരദേശത്തും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ ഒരു പരിഭ്രാന്തിയിൽ തന്നെയാണ്. എന്നാൽ ഈ കൂടുതൽ ആളുകൾ ഇതിനടുത്തേക്ക് പോകരുതെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏകദേശം 200 മീറ്റർ അകലം പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് ഈ കണ്ടെയ്നറുകളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ ഒരു ഘടന അനുസരിച്ചുകൊണ്ടാണ് അത്തരം ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഇത്തരത്തിൽ രാസപദാർത്ഥങ്ങളാണെങ്കിൽ അത് ഈ വെള്ളവുമായി കലർന്നു കഴിഞ്ഞാൽ സംഭവിക്കുക എന്താണെന്നൊന്നും കൃത്യമായി പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ദൂരേക്ക് മാറി നിന്നുകൊണ്ട് മാത്രം മതി, ആളുകൾ ഇത് വീക്ഷിച്ചാൽ മതി എന്നുള്ളൊരു ഇപ്പോൾ നിർദ്ദേശമെല്ലാം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ തീരത്തടിച്ച കണ്ടെയ്നറുകൾ ഇനി സുരക്ഷിതമായി കരയിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് ഇനി ഇവിടെ പുരോഗമിക്കുന്നത്. അതിനുശേഷമായിരിക്കും അതിനുള്ളിലെ വസ്തുക്കൾ തിരിച്ചറിയുകയും അത് കമ്പനിക്ക് കൈമാറുന്ന MSC കമ്പനിക്ക് കൈമാറുന്ന അടക്കമുള്ള നടപടികളിലേക്കും കടക്കുക.